അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലിയാണ് പറയുന്നത്. വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക. അല്ലാഹു ഖൈർ നൽകട്ടെ, ആമീൻ. നാം നിത്യവും പലതരത്തിലുള്ള എണ്ണകൾ തലയിലും ശരീരത്തിലും മറ്റും തേച്ചു കുളിക്കുന്നവരാണ്. മുത്തുനിബിതങ്ങൾ എണ്ണ തേക്കുന്നതിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? അതുപോലെ അകാല നര ഉൾപ്പെടെ മാറാൻ ഏറ്റവും നല്ല എണ്ണ ഏതാണ്? എല്ലാം ചുരുക്കി പറയാം. എണ്ണ ഉപയോഗിക്കൽ തിരുചര്യയിൽ പെട്ടതാണ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താടിയിലും തലയിലും ധാരാളമായി എണ്ണ ഉപയോഗിച്ചിരുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശറഹുൽ മുഹദ്ദബ് എന്ന കിതാബിൽ പറയുന്നു, ഒന്നിടവിട്ട നാളുകളിൽ എണ്ണ തേക്കൽ സുന്നത്താണ്. എണ്ണ പുരട്ടേണ്ടത് എങ്ങനെ? അത് പറയാം. മഹാനായ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണ ഉപയോഗിക്കുമ്പോൾ ഇടതു കൈയിലേക്കാണ് എണ്ണ ഒഴിക്കാറുള്ളത്. ശേഷം ആദ്യം ഇരു കൺപുരികങ്ങളിലും ശേഷം കൺപോളകൾക്ക് മുകളിലും ഒടുവിൽ തലയിലുമാണ് എണ്ണ തേക്കാറുള്ളത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച മാതൃകയിൽ എല്ലാവരും ഇന്നു മുതൽ എണ്ണ തേക്കുക. ചില എണ്ണകൾ അകാല നരയെ പ്രതിരോധിക്കുമെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖയ്യിമുൽ ജൗസിയ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒലിവ് എണ്ണക്ക് ധാരാളം ഗുണങ്ങൾ ഉണ്ട്. ഒലിവ് ഓയിൽ ശരീരത്തിൽ തേച്ചാൽ ചർമ്മം സോഫ്റ്റ് ആകും. തലയിൽ തേച്ചാൽ അകാല നരയെ പ്രതിരോധിക്കുകയും ചെയ്യും. ഇബ്നു സീന രേഖപ്പെടുത്തുന്നു, ഒലിവ് ഓയിൽ ഉപയോഗിച്ചാൽ മുടി കൊഴിച്ചിലും അകാല നരയും മാറും. ചൊറി, ചിരങ്ങ് പോലെയുള്ള ത്വക്ക് രോഗങ്ങളും ശിഫയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒലിവെണ്ണ കഴിക്കുക, അത് തേക്കുക. ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒലിവെണ്ണ കഴിക്കുക, എണ്ണയായി ഉപയോഗിക്കുക, മൂലക്കുരുവിന് ശമനം ലഭിക്കും. അതുപോലെ ആരെങ്കിലും സെയ്തെണ്ണ അഥവാ ഒലിവ് ഓയിൽ തേച്ചാൽ അയാളിലേക്ക് പിശാച് അടുക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ അറിവുകൾ ജീവിതത്തിൽ പകർത്തുക, ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.